നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. CE 6-ാം നൂറ്റാണ്ടോടെ ഉത്തരേന്ത്യയിൽ നിന്നും ബ്രാഹ്മണർ ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന പ്രധാന രാജവംശങ്ങളായിരുന്നു പല്ലവരും പാണ്ഡ്യരും. ഈ രാജാക്കന്മാർ ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും വൻതോതിൽ ഭൂമിദാനമായി നൽകിയിരുന്നു. ഈ ഭൂമിദാനം ദക്ഷിണേന്ത്യയിലെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും വരുത്തിയ മാറ്റങ്ങളാണ് ഇന്ന് നാം പ്രധാനമായും പഠിക്കാൻ പോകുന്നത്. ഭൂമി വെറുതെ ദാനം നൽകുക മാത്രമായിരുന്നില്ല രാജാക്കന്മാർ ചെയ്തത്. ബ്രാഹ്മണർക്ക് കാർഷിക സാങ്കേതിക വിദ്യയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും അറിവുണ്ടായിരുന്ന മുൻ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് കൃഷിയുടെ വ്യാപനത്തിന് വലിയ സഹായകമായി. കൂടാതെ ഗ്രാമഭരണകൂടങ്ങളും രാജാക്കന്മാരും ചേർന്ന് വലിയ തോതിൽ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഫലമായി പല്ലവ രാജ്യത്ത് വലിയ രീതിയിലുള്ള കാർഷിക പുരോഗതിയും ഉൽപാദന മിച്ചവും ഉണ്ടായി. ഇനി പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന 3 പ്രധാന പദങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ബ്രഹ്മദേയം അഥവാ ബ്രഹ്മസ്സുമാണ്. ഒരു കൂട്ടം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്ന ഭൂമിയാണിത്. ഈ ബ്രാഹ്മണ ഗ്രാമങ്ങളെ നമ്മൾ അഗ്രഹാരങ്ങൾ എന്ന് വിളിക്കുന്നു. ദൈവത്തിനോ ക്ഷേത്രങ്ങൾക്കോ ദാനമായി നൽകുന്ന ഭൂമിയാണ് ദേവസ്വം അഥവാ ദേവദാനം എന്ന് പറയുന്നത്. ഈ 3 വാക്കുകളും പരീക്ഷാ ദൃഷ്ടിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കൃഷി വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായും വ്യാപാരവും വളർന്നു. പല്ലവരുടെയും പാണ്ഡ്യരുടെയും കാലത്ത് ആഭ്യന്തര വ്യാപാരത്തോടൊപ്പം കടൽ കടന്നുള്ള സമുദ്ര വ്യാപാരവും സജീവമായി. പല്ലവരുടെ പ്രധാന തുറമുഖങ്ങൾ മഹാബലിപുരവും നാഗപട്ടണവുമായിരുന്നു. എന്നാൽ പാണ്ഡ്യർക്ക് കോർക്കൈ, കായൽ പട്ടണം പോലെയുള്ള വലിയ തുറമുഖങ്ങളുണ്ടായിരുന്നു. റോമക്കാർ, ഗ്രീക്കുകാർ, ചൈനക്കാർ, അറബികൾ എന്നിവരുമായി അവർ കച്ചവടം നടത്തിയിരുന്നു. കുതിരകൾ, ചന്ദനം, സ്വർണം, മുത്ത് എന്നിവയായിരുന്നു പ്രധാന കയറ്റുമതി ചരക്കുകൾ. ഉത്തരേന്ത്യയിൽ വ്യാപാരികളുടെ കൂട്ടായ്മകൾ ശ്രേണികൾ എന്ന് വിളിച്ചപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഇവ വണിക സമൂഹങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിലെ അംഗങ്ങൾ നഗരത്താർ എന്നും വിളിച്ചിരുന്നു. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നികുതി അത്യാവശ്യമാണല്ലോ. ഈ 2 രാജ്യങ്ങളുടെയും പ്രധാന വരുമാന മാർഗം ഭൂനികുതിയായിരുന്നു. വിളവിൻ്റെ 10-1 മുതൽ 6-1 വരെയായിരുന്നു നികുതിയായി പിരിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ബ്രഹ്മദേയ ഭൂമികളെയും അവർ താമസിച്ചിരുന്ന അഗ്രഹാരങ്ങളെയും ഭൂനികുതിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് അക്കാലത്തെ സാമൂഹ്യ ജീവിതവും ഭരണരീതികളുമാണ്. പല്ലവ പാണ്ഡ്യ പ്രദേശങ്ങളിലെ സമൂഹം കടുത്ത ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു. ബ്രഹ്മദേയങ്ങൾ വഴി ധാരാളം ഭൂമി ലഭിച്ച ബ്രാഹ്മണർ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും സമ്പത്തും അനുഭവിച്ചപ്പോൾ കീഴ്ജാതിക്കാരായി കണക്കാക്കപ്പെട്ടവർ പലവിധ അവശതകൾ അനുഭവിച്ചു. വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ജനവിഭാഗങ്ങളും അക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിലും വളരെ മനോഹരമായ ഒരു ഗ്രാമസ്വയംഭരണ വ്യവസ്ഥ അവിടെ നിലനിന്നിരുന്നു. ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസം, നീതിന്യായം തുടങ്ങിയ കാര്യങ്ങൾ നാട്ടുകാർ ഒരുമിച്ചുകൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും തർക്കങ്ങൾ ഗ്രാമകോടതികൾ വഴി തീർപ്പാക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തരം പ്രാദേശിക കാര്യങ്ങളിലോ ആചാരങ്ങളിലോ ജാതി നിയമങ്ങളിലോ രാജാക്കന്മാർ പൊതുവെ ഇടപെട്ടിരുന്നില്ല എന്നതാണ്. അടുത്തതായി അക്കാലത്തെ മതപരമായ മാറ്റങ്ങൾ നോക്കാം. ദക്ഷിണേന്ത്യയിലെ മുൻപ് സജീവമായിരുന്ന ജൈന ബുദ്ധ മതങ്ങൾ ബ്രാഹ്മണരുടെ അധികാരം വളർന്നതോടെ ക്ഷയിക്കാൻ തുടങ്ങി. പല്ലവരും പാണ്ഡ്യരും ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ഭക്തിപ്രസ്ഥാനത്തെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഈ ഭക്തിചിന്തകൾ അക്കാലത്തെ സാഹിത്യത്തിലും പ്രകടമായിരുന്നു. പല്ലവ രാജാക്കന്മാർ സംസ്കൃത സാഹിത്യത്തിന് വലിയ പ്രോത്സാഹനമാണ് നൽകിയത്. പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. പല്ലവ രാജാവായിരുന്ന മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ രചിച്ച പ്രശസ്തമായ സംസ്കൃത കൃതി ഏതാണെന്ന്? ഉത്തരം മത്തവിലാസ പ്രഹസനം. ഇതൊരു പ്രധാന PSC പരീക്ഷാ പോയിന്റും കൂടെയാണ്. ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങൾ അക്കാലത്തെ ജനജീവിതത്തിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയിരുന്നു. ക്ഷേത്രങ്ങൾ അക്കാലത്തെ പ്രധാന കലാനിർമ്മിതികളായിരുന്നു. കാഞ്ചീപുരം, മഹാബലിപുരം, മധുര എന്നിവിടങ്ങളാണ് അക്കാലത്തെ പ്രധാന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണം 3 ഘട്ടങ്ങളായി വികാസം പ്രാപിച്ചിട്ടുണ്ട്. പാറവെട്ടി നിർമ്മിച്ച ക്ഷേത്രങ്ങൾ, ഒറ്റക്കല്ലിൽ തീർത്ത രഥക്ഷേത്രങ്ങൾ, ഘടനാക്ഷേത്രങ്ങൾ. ഇനി നമ്മൾ ഈ പാഠഭാഗത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗത്തേക്ക് കടക്കുകയാണ്. ക്ഷേത്ര നിർമ്മാണ ശൈലികൾ. ഇന്ത്യയിലെ ക്ഷേത്ര വാസ്തുശില്പകലയെ പ്രധാനമായും 3ആയി തിരിക്കാം.
ഉത്തരേന്ത്യയിൽ പൊതുവെ കാണപ്പെടുന്ന നഗരശൈലി, മധ്യേന്ത്യയിലെ വേസര ശൈലി, ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ദ്രവിഡ ശൈലി. ഭീമാകാരമായ മണ്ഡപങ്ങളാണ് ദ്രാവിഡ ശൈലിയുടെ പ്രധാന സവിശേഷത. ദ്രാവിഡ വാസ്തുശില്പകലയിൽ പല്ലവരാണ് ആദ്യം തങ്ങളുടെ വൈദഗ്ധ്യം തെളിയിച്ചത്. കാഞ്ചീപുരത്തെ മാമണ്ടൂർ ഗുഹാക്ഷേത്രം പല്ലവകാലത്തെ ആദ്യകാലഘട്ടങ്ങൾക്ക് ഉദാഹരണമാണ്. എന്നാൽ ഈ ശൈലിയിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ചോളന്മാരായിരുന്നു. പാണ്ഡ്യരുടെ കാലത്തെ പ്രശസ്തമായ നിർമ്മിതികൾക്ക് ഉദാഹരണമാണ് മധുര മീനാക്ഷി ക്ഷേത്രവും ശ്രീരംഗ ക്ഷേത്രവും. ഒരു ദ്രാവിഡ ശൈലിയിലുള്ള ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ശ്രീകോവിൽ, പ്രധാന പ്രതിഷ്ഠ കാണപ്പെടുന്ന സ്ഥലമാണിത്. രണ്ടാമത്തെ വിമാനം, ശ്രീകോവിലിന് മുകളിലുള്ള ഗോപുരാകൃതിയിലുള്ള മേൽഭാഗം. മൂന്നാമത്തെ ശിഖരം, വിമാനത്തിന് തൊട്ടുമുകളിലുള്ള മകുടം പോലുള്ള ഭാഗം. നാലാമത്തെയാണ് മണ്ഡപം, പ്രദക്ഷിണപഥം. ഭക്തർക്ക് ഒത്തുകൂടാനും ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കാനുമുള്ള ഇടങ്ങളാണിത്. അഞ്ചാമത്തെ ഗോപുരങ്ങൾ, ക്ഷേത്രത്തിലേക്കുള്ള ഭീമാകാരവും മനോഹരവുമായ പ്രവേശന കവാടങ്ങൾ. ഇവയ്ക്കു പുറമെ അലങ്കാരപ്പണികളുള്ള തൂണുകൾ, വ്യാളീമുഖങ്ങൾ കൂടാതെ ക്ഷേത്ര ചുമരുകളിൽ രാമായണം, മഹാഭാരതം എന്നിവയിലെ കഥകൾ കൊത്തിവച്ചിരിക്കുന്നതും ഈ ശൈലിയുടെ പ്രത്യേകതകളാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരിടമാണ് തമിഴ്നാട്ടിലെ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാബലിപുരം അഥവാ മാമല്ലപുരം. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത പഞ്ചരഥങ്ങളാണ് ഇവിടെയുള്ളത്. പല്ലവ വാസ്തുശില്പകലയുടെ മികച്ച ഉദാഹരണമായ തീരക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. അർജുനൻ തപസ്സ്, മഹിഷാസുരമർദ്ദിനി തുടങ്ങിയ വിസ്മയകരമായ ശില്പങ്ങൾ മഹാബലിപുരത്തെ പാറകളിൽ കൊത്തിവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് യുനെസ്കോ മഹാബലിപുരത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ഭൂമിദാനത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചും പല്ലവ പാണ്ഡ്യ കാലഘട്ടത്തിലെ ഗ്രാമഭരണത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ദ്രാവിഡ വാസ്തുവിദ്യയെക്കുറിച്ചും വിശദമായി പഠിച്ചു കഴിഞ്ഞു. ക്ലാസ് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് കരുതുന്നു. ഇതോടുകൂടി ഭൂമിദാനം ഇന്ത്യൻ സമൂഹവും എന്ന ചാപ്റ്റർ അവസാനിച്ചു.